കോയക്കാ വാപ്പച്ചി കിടക്ക സുഖമില്ലാതിരിക്ക. അത് അന്വേഷിക്കാനാണ് ഞാൻ വന്നത്. അത് വാപ്പച്ചിയുടെ ചെറുകുടലും വൻകുടലും ചേരണ ഭാഗത്ത് ഒരു മുഴ വേരിറങ്ങാൻ ശ്രമിച്ചതാ. അയ്യോ, എന്നിട്ട് ഇറങ്ങിയ? അല്ല, അങ്ങനെ ഇറങ്ങിയാൻ പറ്റൂല. ഇറങ്ങിയ പിന്നെ അത് ആമാശയത്തിന്റെ സൈഡിൽ പോയി തട്ടും. പിന്നെ നമ്മൾ കഴിക്കണോ ഒന്നും ആമാശയത്തിൽ എത്തൂല. അതിന് അപ്പൻഡിസൈറ്റിസ് അങ്ങനെയാ ഡോക്ടർ പറഞ്ഞ. കേട്ടിട്ടുണ്ട്. എന്നിട്ട് മൊത്തം ഇപ്പൊ എത്ര ചെലവായി? ഒരു 1.25 ലക്ഷം രൂപയൊക്കെ ചെലവായി. ഒന്ന് കാണാൻ പറ്റുമോ? ഇനിയിപ്പൊ കാണാൻ പറ്റൂല, അതെടുത്ത് കളഞ്ഞ്. പിന്നെ അതിന്റെ ഒരു ഭാഗം അങ്ങാണ്ട് മെഡിക്കൽ കോളേജിൽ അയച്ചു കൊടുത്തെന്ന് പറഞ്ഞു. അതല്ല, എനിക്ക് മുറിവെങ്കിലും കാണാൻ പറ്റുമോ? അത് പറ്റും. ആ മുറിവ് വെച്ചിട്ട് ഞാൻ വാപ്പച്ചിക്ക് 1.5 ലക്ഷം രൂപ വാങ്ങിച്ചു കൊടുക്കും. ഒരു മുഴയ്ക്ക് 1.5 ലക്ഷം രൂപ? മുഴയൊക്കെ വീട് ഓപ്പറേറ്റ് ചെയ്തില്ലേ, അത് വെച്ചിട്ട് ഞാൻ വാപ്പച്ചിക്ക് കാരുണ്യ ബെനവലൻസ് ഫണ്ട് അത് ഞാൻ വാങ്ങിച്ചു കൊടുക്കും. ആണോ? എന്നാ വാപ്പച്ചി അകത്തുണ്ട്, കാണാം. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ അകത്തോട്ട് കേറട്ടാന്ന്. അപ്പൊ സമ്മതിക്കൂല. വാപ്പാ എന്താണ് എന്താണ് എന്താ എനിക്ക് ഹോസ്പിറ്റലിൽ വന്നത് കാണാൻ പറ്റില്ല. ഇങ്ങനെ കത്തി വെച്ച് മുറിച്ചിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നെ ഈ എന്തിനാ അങ്ങനെ അട്ടഹസിക്കണ്? ലോട്ടറി തരാൻ വന്ന ചെക്ക് വേണ്ട ലോലിത. ആ പണിയൊക്കെ ഞാൻ നിർത്തിയേക്കാം. ഇപ്പൊ വേറെ പണിയാണ്. ഏത് ഹോസ്പിറ്റലിലാണ് കാണിച്ചത്? ഞാൻ നമ്മുടെ സൂപ്പർ ഫൈൻ ആശുപത്രിയിൽ, ആ റോഡിന്റെ അരികിലുള്ള. ഇക്കയ്ക്ക് ചെലവായ കാശ് മുഴുവൻ സർക്കാർ തരും. അത് ഞാൻ മേടിച്ച് തരും. ഇക്കയ്ക്ക് ചെലവായ കായ് മുഴുവൻ സർക്കാർ തരും. എന്തിന്? കാർഡ് BPL ആണോ? എന്നാ പിന്നെ നിങ്ങളെ പോലുള്ള താഴേക്കിടയിലുള്ള ആൾക്കാർക്ക് മുഴ കിളിച്ചാലും മുഴ മുറിച്ചു മാറ്റിയാലും സർക്കാരിന്റെ കാരുണ്യ ബെനവലന്റ് ഫണ്ട് ഉണ്ട്. ഞാനങ്ങനെ താഴേക്കടയിലുള്ള ആളൊന്നല്ല. കാർഡ് BPL അല്ലേ? ഇപ്പൊ ഈ പറഞ്ഞ ഈ കാരുണ്യ എന്ന് പറഞ്ഞ ഈ വിറ്റോണ്ട് നടന്നിരുന്ന ആ ലോട്ടറി ടിക്കറ്റ് അല്ലേ? അത് തന്നെ. അതിൽ നിന്ന് വിറ്റ് കിട്ടുന്ന കാശൊക്കെ സർക്കാർ പാവപ്പെട്ടവർക്ക് ധനസഹായമായിട്ട് ചികിത്സാ സഹായമായിട്ട് കൊടുക്കുകയാണ്. എന്റെ ചങ്ങായി, ആ കായ് മേടിച്ചിട്ട് പിന്നെ അതിന്റെ പലിശ തിരിച്ചടക്കാൻ പറ്റാണ്ട് വീണ്ടും മനപ്രയാസം വരും. അങ്ങനെ മനപ്രയാസം വരുമ്പോ പിന്നെ എന്റെ മേത്തൊക്കെ മോയ പൊന്തിക്കൊണ്ട് വരും. തിരിച്ചടക്കണ്ട, സൗജന്യമായിട്ട് കിട്ടുന്നതാണ്. ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് മാത്രം മതി. എന്തിനാണ് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ്? ഇക്കയ്ക്ക് മുഴ ഉണ്ടായില്ലേ, അത് വളർന്നല്ലേ മറ്റല്ലാതെ ഉണ്ടായത്. അതാണ് പറഞ്ഞത്. എന്റെ ലോലിതാനക്കൊരു മുഴക്ക് എന്ത് വെച്ച് കിട്ടും? ഈ പറയണ മാതിരി ഒരു ചേനയുടെ വലുപ്പത്തിലുള്ള മുഴയൊന്നും അല്ല അത്. ഇതൊരു നെല്ലിക്കട വലുപ്പത്തില് ചെറിയൊരു ഇതുണ്ടായി, അത് ആശുപത്രിയിൽ കൊണ്ടുപോയി അത് കീറി മുറിച്ച് കളയുകയും ചെയ്ത്. ഇത് കാശ് കിട്ടുന്ന ഏർപ്പാടാണ്. റേഷൻ കാർഡും പിന്നെ ആശുപത്രിയിലെ ഷീട്ടിന്റെ നമ്പറും തന്നാൽ മതി. സർക്കാരിന്റെ കാരുണ്യ ബെനവലന്റ് ഫണ്ട് ഞാൻ മേടിച്ചു തരും. ആ കാശ് കയ്യിൽ കിട്ടുമ്പോ വീണ്ടും ഇങ്ങനെ പ്രാർത്ഥിക്കും, റബ്ബേ വീണ്ടും ഒരു 3-4 മുഴ കൂടി എനിക്ക് തരണേന്ന്. അപ്പൊ അനക്കിപ്പോ ഈ ലോട്ടറി കച്ചവടം മാറ്റി മുഴ കച്ചവടമാണ്. ഇങ്ങനെ വളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പറഞ്ഞ ഇതൊക്കെ തന്നാ മതി, ഞാൻ എല്ലാം ശരിയാക്കി തരും. മുഴ വിറ്റ് കായ് ഓറ ഉണ്ടാക്കും. വെറുതെ കിട്ടല്ലേ, പോയി വാങ്ങാം. വെറുതെ കിട്ടുവച്ചിട്ട് മുഴ ഉണ്ടാവാൻ പ്രാർത്ഥിക്കുക പടത്തോനോട്. എന്താ എന്റെ മോളെ ഈ പറഞ്ഞത്? അങ്ങനെ വാരി തിന്നരുത് വെറുതെ കിട്ടാന്ന് വിചാരിച്ചിട്ട്. ഇപ്പൊ ചെലവായ പൈസ വാങ്ങാല. വേണ്ടാന്നേ, ആ ചെലവായ പൈസ അവൻ തരഞ്ഞതൊക്കെ എന്റെ മുമ്പ് ലോട്ടറി ആയിട്ട് മേടിച്ചോണ്ടായതാണ്. ലോട്ടറി തന്നിട്ട് ഞാർക്ക് വേണ്ട കായ്. ഇനി വേണമെങ്കിൽ ഈ അവന്റെ ലോട്ടറി എടുത്തിട്ട് അനക്ക് മുഴ വരാൻ പ്രാർത്ഥിക്കുന്നിട്ട് ഈ മേടിച്ചോ.
ഇന്ന് കൺസൾട്ടേഷൻ ഇല്ല, പോയിട്ട് 2 മണി കഴിഞ്ഞ് വരൂ, ചീട്ടെടുത്തോളൂ. അയ്യോ, ഞാൻ രോഗിയല്ല. എന്റെ വാപ്പാന്റെ വയറ്റിലെ മുഴ എടുത്ത് കളഞ്ഞത് ഡോക്ടറായിരുന്നു. ആ മുഴ പിന്നെയും കളിച്ചോ? ചില റെയർ കേസുകളിൽ ഇങ്ങനെ സംഭവിക്കും. അത് ശരിയായിട്ടൊന്ന് റൂട്ട് അനലൈസിസ് നടത്തണം. ഇപ്പം വാപ്പയ്ക്ക് കുഴപ്പമൊന്നും ഇല്ല. ഓപ്പറേഷൻ കഴിഞ്ഞു എന്ന് ഡോക്ടർ ഒന്ന് എഴുതി തരണം. ഇതിലൊരു ഒപ്പ് വേണം. ഇത് കാരുണ്യ ബലവൻ ഫണ്ടിന്റെ ആപ്ലിക്കേഷൻ ആണല്ലോ കുട്ടി. ഇത് മേജർ കേസസ്, അതായത് ഹാർട്ട് അറ്റാക്ക്, ട്യൂമർ, ക്യാൻസർ, അങ്ങനെയുള്ള വലിയ വലിയ അസുഖങ്ങൾക്ക് സർക്കാരിന്റെ ചികിത്സാ സഹായം കിട്ടാനുള്ള ആപ്ലിക്കേഷൻ ആണ്. വാപ്പച്ചിക്ക് ഇപ്പൊ തന്നെ 1.25 ലക്ഷം രൂപ ആയില്ലേ? അപ്പൊ ഇത് മേജർ ഓപ്പറേഷൻ അല്ലേ? വാപ്പച്ചി കിടന്നത് എവിടാ? AC റൂമിലല്ലയോ? അത് മൂത്തക്ക വിളിച്ച് പറഞ്ഞു AC റൂമിൽ തന്നെ കിടത്തണോന്ന്. ഒരു കൂട്ടം കുടുംബക്കാർ വന്നല്ലോ, അവരെല്ലാം ലിഫ്റ്റ് ഉപയോഗിച്ച് തന്നെ മേളിലോട്ട് വന്നത് ആണല്ലോ. പിന്നെ റൂമിൽ വന്നവരെല്ലാം TV കണ്ടില്ലേ? വാപ്പച്ചി TV കണ്ടില്ല, പക്ഷെ ഞങ്ങളൊക്കെ വാപ്പച്ചി കണ്ടോ ഉമ്മച്ചി കണ്ടോ, TV അവിടെ വർക്ക് ചെയ്തല്ലോ. പിന്നെ മെഡിസിൻസ്, എക്സ്റേ, ECG ഇതെല്ലാം ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയല്ലോ. അതെ അതെ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ ഇത് 1.5 ലക്ഷം രൂപയ്ക്ക് മേളിൽ പോകേണ്ട കേസാ. സത്യം പറയണമെങ്കിൽ ആ ഓപ്പറേഷന്റെ ഒരു കാര്യമില്ലായിരുന്നു. ആ മുഴ എടുത്ത് കളഞ്ഞില്ല എന്ന് വെച്ചാൽ കുട്ടിയുടെ ഫാദറിന് ഒന്നും സംഭവിക്കത്തില്ലായിരുന്നു. ഇങ്ങനെയൊന്നും അല്ലല്ലോ ഡോക്ടറിനെ ആദ്യം കാണാൻ വന്നപ്പോ പറഞ്ഞത്. ഭാവിയിൽ ക്യാൻസർ ഉണ്ടാവും, പിന്നെ ചെറുകുടലിനെ ബാധിക്കും, പിന്നെ അത് ആമാശയത്തിലെത്തും, ആമാശയം പൊട്ടിത്തെറിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ? അതങ്ങ് ആശുപത്രിയിൽ വന്ന് കണ്ടപ്പോഴല്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇവിടെ വന്ന് കണ്ടപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ ചില മുഴകളുടെ റൂട്ട്സിന് എപ്പം വ്യതിയാനം വരുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഡോക്ടർ, എന്തായാലും ഓപ്പറേഷൻ കഴിഞ്ഞില്ലേ? ഇപ്പൊ ആ ലോലിതൻ പറഞ്ഞിട്ടാ കാണാൻ ഞാൻ വന്നത്. ആര് പറഞ്ഞു? ലോലിതൻ. എന്നാ അതൊന്ന് നേരത്തെ പറയണ്ടേ? ഒരു കാര്യം ചെയ്യാ, ലോലിതനെ എന്നെ ഒന്ന് കാണാൻ പറയും. അയ്യോ, ലോലിതൻ ദാ അവിടെ നിപ്പുണ്ട്. എവിടെ? ഓട്ടോയിൽ ഇരിപ്പുണ്ട്. എന്നാ വിളിക്ക്. ലോലിത. ലോലിത, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ലാത്ത സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിന് ആളെ ഇങ്ങോട്ട് പറഞ്ഞു വിടരുത്. ഒരു മുഖക്കുരുവിന്റെ അത്ര പോലും വലിപ്പമില്ലാത്ത മുഴയ്ക്ക് എങ്ങനെയാ സർക്കാർ ഇന്ന് കാശ് തരുന്നത്? എന്റെ ബന്ധുവാണ് സാറേ. ആന്നോ? അല്ല, പേര് കേട്ടാ അറിഞ്ഞൂടെ? എല്ലാം പറഞ്ഞിട്ടുണ്ടോ? സൂചിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ സൂചിപ്പിച്ചാ പോരാ. കേസ് ഷീറ്റ് പുതിയത് മാറ്റി എഴുതണം, റിപ്പോർട്ട് ഉണ്ടാക്കണം, നീതി സ്റ്റോറിൽ നിന്ന് പുതിയ മരുന്നിന്റെ തുണ്ടുകൾ സംഘടിപ്പിക്കണം, പിന്നെ പാലിയേറ്റീവ് കെയർ വേണം. അതെവിടെ കിട്ടും? അതെവിടെ കിട്ടുന്നതല്ലേ, സാന്ത്വന ചികിത്സ കൊടുക്കണം രോഗിക്ക്. ഓപ്പറേഷൻ മേജർ ആയിരുന്നുവെന്നും ഇപ്പോൾ ഒരാളിൻ്റെ സഹായമില്ലാതെ രോഗിക്ക് ഇരിക്കാനോ നടക്കാനോ പറ്റില്ല എന്നൊക്കെ എഴുതി ഉണ്ടാക്കണം. ഇതൊക്കെ തനിക്ക് അറിയാവുന്ന കാര്യമല്ലേ? ഇതല്ല ഞാൻ പറഞ്ഞു തരണം. ഇപ്പോൾ എത്ര ചോദിക്കണം? ഒരു 25 ചോദിച്ചോ? 20 നടത്താം. കൊച്ചു വെക്കുക, ഞാൻ എല്ലാം ശരിയായിക്കോളാം. സാറ് സംസാരിച്ചിട്ടുണ്ട്. ശരി. നമ്മൾ അവിടെ എത്തുമ്പോ അവര് പലതും ചോദിക്കും. എവിടെ? ലോട്ടറി ഓഫീസില്. ആവശ്യമില്ലാത്തൊന്നും പറയരുത്. അല്ല, അപ്പൊ അവര് അവിടെ പോയിട്ട് ഒന്നും മിണ്ടരുതെന്ന്. ഒന്നും മിണ്ടരുതിച്ച് പിന്നെ ഇന്നെന്തിനാ അങ്ങോട്ട് വെറുതെ കെട്ടി വലിച്ചു കൊണ്ടുപോകണം? അവര് ഈ മോയയുടെ കാര്യം ചോദിച്ചാൽ എന്ത് പറയും? അതല്ലേ ഇപ്പൊ പറഞ്ഞത്, ഒന്നും മിണ്ടണ്ട. ഒന്നും മിണ്ടണ്ട, ഒന്നും മിണ്ടണ്ട. ആർക്കാ എന്തായാലും എഴുതാ. കോയാന്ന പേര്. അതല്ലേ സത്യം സാറേ. അതെ, ഇവരെ ഒന്ന് ഇത് അങ്ങോട്ട് അങ്ങോട്ട് പോക്കോളൂ. സാറേ, ബാപ്പയ്ക്ക് അപ്പൻഡിസൈറ്റിസ് ആയിരുന്നു. അതെയോ? എന്നാ ഇരിക്കും, വാപ്പ ഇരുന്നോളൂ. വേണ്ട സാറേ, ഇരുന്നാ വലിയും. ഇരുന്നാലേ ഇവിടെ അങ്ങനെ വലിയും. ഓപ്പറേഷൻ ചെയ്തതിന്റെ എന്റെ മക്കള് പറഞ്ഞിട്ടാണ് സാറേ ഇപ്പൊ ഞാൻ ഈ ഓപ്പറേഷനൊക്കെ ചെയ്തത്. വളരെ കഷ്ടപ്പെട്ടു, വല്ലാണ്ട് ബുദ്ധിമുട്ടി ഇപ്പൊ ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോ മക്കൾക്ക് പണിയൊന്നും ഇല്ലേ? അവര് 4 പേരും ഗൾഫിലാ. കിടപ്പിലോ? എന്താ അസുഖം? കിടപ്പിലല്ല, ഗൾഫിലേ. ഓ, മക്കള് ഗൾഫിലാണല്ലേ? നിങ്ങള് വലിയ അക്രമാണ് ചെയ്തത്. ഈ മോയ ഓപ്പറേഷൻ ചെയ്തതല്ലേ? ഞാൻ പറഞ്ഞാണ് ഇത് ഓപ്പറേഷൻ വേണ്ടാന്ന്. അതല്ല, നിങ്ങളുടെ 4 പേര് ഗൾഫിലല്ലേ മക്കള്?
അവരെ അങ്ങോട്ട് വിടണ്ടായിരുന്നില്ല അല്ലേ? അതല്ലാന്ന് 4 പേര് ഗൾഫിലുള്ള ഒരു അച്ഛന് കൊടുക്കാനുള്ളതല്ല ഇത്. ഇത് പാവപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യാനുള്ള ധനസഹായമാണ്. ഈ പദ്ധതി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? 2011 ഒക്ടോബറിൽ AK ആന്റണി അദ്ദേഹം ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ജീവകാരുണ്യ പദ്ധതിയാണിത്. ഇതോ? ആ സാറേ BPL കാർഡാ, വരുമാനം 1 ലക്ഷത്തിൽ താഴെയാ. ലോലിത 4 പേര് മക്കള് ഗൾഫിലുണ്ടായിട്ട് എങ്ങനെയാണ് BPL കാർഡ് കിട്ടുന്നത്? അതും അതൊക്കെ ഒരു വലിയ കഥയാണ് സാറേ. ഈ കാർഡ് എന്താണ് കിടക്ക് പിച്ചണത്? പാപ്പ കഥ പറയട്ടെ, നിങ്ങൾ കഥ പറയൂ. അല്ല, അതിപ്പോ അത്ര വലിയ കഥ ഒന്നും അല്ല. കഥ ഇല്ലേ? എന്താ നിങ്ങളുടെ പേര്? എന്റെ പേര് കോയ. കോയ. ഈ കോയാക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുമോ? മനസ്സിലാവൂലേ? മനസ്സിലാവും. പിന്നെന്തിനാ അങ്ങനെ കാട്ടി? അല്ല, മനസ്സിലാവും എന്നാ കാട്ടിയത് ഞാൻ. എന്നാ ഒരു കാര്യം നോക്കിക്കോളൂ. ഈ ഇരിക്കുന്നത് സാധാരണക്കാരായ സത്യസന്ധരായ രോഗികളാണ്. ഇതോ? ആ, ഇത് കരള്, ഇത് ആമാശയം, ഇത് ഹാർട്ട്, ഇത് കിഡ്നി, ഇത് കൈയൊടിഞ്ഞത്, കാലൊടിഞ്ഞത്, മൂക്കുന്ന് ചോര വന്നത്. ഇത്ര ആളുകൾ ഇവിടെ ഇരിക്കുമ്പോ മുഴ പോയ കോയ എടുത്ത് ഇതിന്റെ മോളിൽ വെക്കണമെങ്കിൽ അത് ശരിയല്ലല്ലോ കോയ. സുഗത സാറേ, ഇവർക്ക് അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. അത് സാറ് പറഞ്ഞു കൊടുത്തായി. സാറ് പറഞ്ഞു കൊടുക്ക്. സാറല്ലേ പറഞ്ഞു കൊടുക്കാറ്, സാറ് പറഞ്ഞു കൊടുക്ക്. ഞാൻ ഇത്ര നേരം ഇവർക്ക് പറഞ്ഞു കൊടുക്കായിരുന്നല്ലോ, ഇനി സാറ് പറഞ്ഞു കൊടുക്ക്. സത്യശീലൻ സാർ അത് പറഞ്ഞു കൊടുക്ക്. അപ്പൊ നിങ്ങളല്ലേ ഇൻചാർജ് ഉള്ള ആള്? പിന്നെ ഞാനാ പറഞ്ഞാലോ? നിങ്ങളൊരു കാര്യം ചെയ്യും, രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ. അതെ. സാർ ആശുപത്രി തന്നെ 10-30 ശരി. പിന്നെ അല്ലറ ചില്ലറ വേറെ. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ പറയണം. നമുക്ക് ഒരു 20 തന്നു. 20, ഒരു 22 പറയേ. എന്നാ പിന്നെ ഒരു 25 രൂപ ഉറപ്പിക്കാം. 25 പറയും. 25. സാറേ, നിങ്ങൾ ഒരുമാതിരി ഇങ്ങനെ സംസാരിക്കരുത് സാറേ. പിന്നെ എങ്ങനെ സംസാരിക്കും? ഞാൻ ഒരു 18 രൂപ തരും. അത് കുറവാണ്. 18 രൂപ തരും. അത് അടുത്ത ദിവസം സാറ് പെട്ടെന്ന് ശരിയാക്കി തരണം. ഒരാഴ്ച കൊണ്ടുള്ള ശരിയാക്കണമെങ്കിൽ 18 ശരിയാവില്ലേ? അടുത്ത 25 ഞാൻ അടുത്ത ദിവസം തരും. എന്നാ പിന്നെ അങ്ങനെ ആവട്ടല്ലേ സാറേ? അതെ, ഇവൻ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞാ പിന്നെ അപ്പൊ അങ്ങനെ ചെയ്യാം. അല്ലേ? അത് വിട്. അതൊക്കെ എനിക്കറിയാം, സംഭവങ്ങളൊക്കെ എനിക്കറിയാം. സാറേ, എൻ്റെ അച്ഛൻ്റെ ഹാർട്ടിന് 2 ബ്ലോക്ക് ഉണ്ടായി. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് അപ്പൊ ഇവിടെ ഒരു ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ടായി ധനസഹായത്തിനുള്ള. ധനസഹായത്തിന് ഈ കാരുണ്യ ബെനഫലന്റ് സ്കീമിന്റെ അല്ലേ? അതെ 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 അതെ. മേശപ്പുറത്തേക്ക് നോക്കിയേ. ഇത് മുഴുവനും കാരുണ്യയുടെ ധനസഹായത്തിന് വന്നിട്ടുള്ള അപേക്ഷകളാണ്. സത്യശീലൻ സാറേ, കാരുണ്യയുടെ ഒരു അപേക്ഷ അങ്ങോട്ട് ചെല്ലു. അത് സാർ അത് അവിടുന്ന് പറഞ്ഞു വിട്ടാ പോരെ. അതൊന്ന് പറഞ്ഞു ശരിയാക്കി. സാറേ, ആ, അച്ഛൻ്റെ ഹാർട്ടിന് 2 ബ്ലോക്ക് ഉണ്ടായി. അയ്യോ, ഓപ്പറേഷൻ കഴിഞ്ഞ് അപ്പൊ അതിന് ഇവിടുന്ന് ധനസഹായം കിട്ടുന്നതിന് ഒരു അപേക്ഷ വെച്ചിരുന്നു. ശരി. അപ്പൊ അതിന്റെ പൈസ വാങ്ങാൻ വേണ്ടിട്ട് വന്നതാണ്. തനിക്ക് കണ്ടാ മനസ്സിലാവോ? എന്താ സാറേ? കണ്ടാ മനസ്സിലാവോ? എങ്കിൽ കാണിച്ചു തരാം. ഇത് കരള്, ഇത് ആമാശയം, ഇത് ഹാർട്ട്, ഇത് അച്ഛന്റെ. അച്ഛന്റെ. ഇത് കിഡ്നി. ഇനി ഇത് കൈ പോയത്, കാല് പോയത്, പിന്നെ മൂക്കുന്ന് ചോര വന്നത്. ഇങ്ങനെ ഒരുപാട് അപേക്ഷകൾ ഇവിടെ കെട്ടിക്കിടപ്പുണ്ട്. ഒരുപാട് പേർക്ക് സഹായം കിട്ടുന്നുണ്ടല്ലേ സാറ്? ആ, എന്റെ അച്ഛന്റെ പൈസ ഇന്ന് കിട്ടുമോ? പിടയ്ക്കാതെ എല്ലാവർക്കുള്ള കാശ് ഇവിടെ തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ ഇത് ജില്ലാ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഇത് കൊടുക്കാൻ പറ്റൂ. സത്യശീല സാർ ആ കണക്കൊന്ന് പറഞ്ഞു കൊടുക്കും. ഈ കണക്ക് ആളുകളോട് പറഞ്ഞിട്ട് സാറല്ലേ സീനിയർ, സാറ് പറഞ്ഞു കൊടുക്കാണ് ചെല്ലേ. എടോ, ഞാനല്ലേ സീനിയർ, അപ്പൊ ഞാൻ പറയുന്നത് താൻ കേക്ക്. ആ കണക്ക് പറഞ്ഞു കൊടുക്കുക, അത് മനസ്സിലായ പൊക്കോളും. എന്നാ ഇരിക്കും. സാറേ, കണക്കല്ലേ, എനിക്ക് പൈസ കിട്ടണ്ടേ സാറ്? സംഭവം ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനാ അത് പറഞ്ഞു കൊടുക്കും. ഇരിക്കൂ. കൊല്ലം ജില്ലയിൽ ഹാർട്ടിന് കംപ്ലൈന്റ് ഉള്ള ആളുകളിൽ 67 അപേക്ഷ വന്നതിൽ 96,18,253 രൂപയും, ക്യാൻസർ വന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന 32 അപേക്ഷയിൽ 44,54,500 രൂപയും, കിഡ്നി കംപ്ലൈന്റ് ആയിട്ടുള്ളവരുടെ 16 അപേക്ഷയിൽ 16,40,40,200 രൂപയും, ബ്രെയിൻ കംപ്ലൈന്റ് വന്നിട്ടുള്ള ആളുകളുടെ 4 അപേക്ഷയിൽ 4,50,55,000 രൂപയും കലക്ടർ ശുപാർശ ചെയ്തിട്ടുണ്ട്.
അപ്പൊ അച്ഛന്റെ കാശ് ഇന്ന് കിട്ടും. തനിക്ക് വേണ്ടി ആരാ റെക്കമെൻഡ് ചെയ്തേക്കണേ? റെക്കമെൻഡാ? ആ, അതിന് റെക്കമെൻഡ് ഒക്കെ വേണം. താൻ ആരോടെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ? ഇന്നത്തെ കാലത്ത് ഒരു കാര്യം ആരെങ്കിലും വിളിച്ചു പറയാതെ എവിടെയെങ്കിലും നടന്നതായിട്ട് താൻ കേട്ടിട്ടുണ്ടോ? വിളിച്ചു പറഞ്ഞിട്ടുണ്ട് സാറേ. ഓ മതി. ആരോടൊക്കെ? ഒരു 3 ആളോട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ശരി. എന്റെ അച്ഛനെ ഓപ്പറേഷന് കയറ്റുന്നതിന്റെ തലേ ദിവസം, എന്റെ ദൈവമേ എന്റെ അച്ഛൻ ഒന്നും കൂടാതെ എനിക്ക് തിരിച്ചു തന്നാൽ പരിമല പള്ളിയിൽ മെഴുകുതിരി കത്തിച്ചേക്കാന്നും ഭീമാപ്പള്ളിയിൽ പോയേക്കാന്നും ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം നടത്താമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറേ. ആഹാ, ഇവിടൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ? എന്നാ പിന്നെ താൻ പേടിക്കണ്ട. ഒരാഴ്ചക്കുള്ളിൽ മണി ഓർഡർ തന്റെ വീട്ടിലേക്ക് അങ്ങോട്ട് എത്തും. എന്നാ വലിയ ഉപകാരം. വാ. അപ്പൊ തനിക്ക് കാശ് വേണ്ടേ? അതെന്താ സാറേ അങ്ങനെ പറയണം? അല്ല പിന്നെ താ ഇത് പറഞ്ഞപ്പോ വെറുതെ എണീറ്റ് പോയി? സാറെ പലിശക്ക് കട കൊടുത്തിട്ടാണ് അച്ഛന്റെ ഓപ്പറേഷൻ നടത്തിയേക്കണ. ഈ പൈസ കിട്ടിയിട്ട് വേണം എനിക്ക് അവരെയൊക്കെ പിരിച്ചുവിടാൻ. ഞാനൊരു കൂലിപ്പണിക്കാരനാണേ. അതിന് ആ ഇരിക്കി. എടോ, ഇന്നത്തെ കാലത്ത് റെക്കമെൻഡേഷൻ ഇല്ലാതെ വല്ലതും നടക്കുവോ? താൻ ലോലിതനെ പോയി കണ്ടോ? അതാരണ സാറ്? ലോലിതനറിയില്ലേ? എടോ, ഇങ്ങോട്ട് വന്നേ. ഞാനൊരു നമ്പർ തരാം, അതിൽ വിളിച്ചാൽ മതി, അയാളെ കിട്ടും. പിന്നെ ഈ നമ്പർ ഞങ്ങൾ തന്നാണെന്ന് പറയണ്ട. എന്തിനാ സാറേ അത് പറഞ്ഞത്? പറയണ്ടെന്ന് പറഞ്ഞ ആദ്യം അത് പറയില്ലേ ആളുകള്? അല്ലെങ്കിൽ ഇപ്പൊ ഇത് നേരെ കൊണ്ട കൊടുത്താൽ തന്നെ സാർമാര് തന്നാണെന്ന് പറഞ്ഞാലും തള്ളി പൊളിഞ്ഞില്ലേ? സാർ എന്റെ അച്ഛന്റെ ഒരു കാര്യത്തിനല്ലേ. എന്റെ അച്ഛനാണെ ഞാൻ പറയൂല. എന്നാ താൻ ഇവിടെ വാ. തന്റെ അച്ഛന്റെ ഹാർട്ടിന് ശരിക്കും ഹാർട്ടിന് തന്നെയല്ലേ കംപ്ലൈന്റ്? ഹാർട്ടിനാണ് സാറേ കംപ്ലൈന്റ്. അല്ല ഹാർട്ടിനല്ല ആണോ അതോ ഇനി കയ്യിന് കാലിന് വല്ല പൊട്ടോ മുറിയുള്ളൂ? അതാണ് ചോദ്യം. സാറേ സ്വന്തം അച്ഛന്റെ കാര്യത്തിന് ആരെങ്കിലും വന്ന് നുണ പറയോ? അല്ല, ഈ പുരുഷന്മാര് വന്നിട്ട് യൂട്രസ് റിമൂവ് ചെയ്യാതെ പറഞ്ഞിട്ട് കാശ് മേടിക്കുന്ന സമയമാണ്. ലോലിതൻ ഇടപെട്ട് അങ്ങനത്തെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ലോലിത സാറിനെ പോയി കാണാല്ലേ? ലോലിതൻ സാറിനെ പോയി കാണാൻ എല്ലാം പുള്ളി ശരിയാക്കി തരും കേട്ടോ. ഞാന് ശരീരം വേർക്കാതെ ജോലി ചെയ്യുന്ന ഒരു ഏജന്റാണ്, അതറിയാമോ? സാറ് വേർക്കണേന് ഞങ്ങൾ എന്തേലും പറഞ്ഞു? സാറേ എന്റെ അച്ഛന്റെ കാര്യം. തന്റെ അച്ഛന്റെ കാര്യത്തിന് വേണ്ടി ഓഫീസിൽ ചെന്നപ്പോ ഓഫീസിലെ ജീവനക്കാർ ചോദിക്കുന്ന ചോദ്യം കേട്ട് ഞാൻ വേർത്ത് വായും പൊളിച്ച് അങ്ങനെ നടക്കണം. തന്റെ അച്ഛന് എത്ര ഹാർട്ടുണ്ട്? അച്ഛന് ഒരു ഹാർട്ട്. എത്ര ബ്ലോക്ക് ഉണ്ട്? ചെക്ക് ചെയ്തപ്പോ 2 ബ്ലോക്ക് എന്നാ ഡോക്ടർ പറഞ്ഞത്. 2 6-7 ബ്ലോക്കുള്ള ആൾക്കാരുടെ അപേക്ഷ വരെ അവിടെ കെട്ടിക്കിടക്കുകയാണ്. എന്റെ സാറേ അച്ഛന്റെ ബ്ലോക്കിന്റെ എണ്ണം കൂട്ടാൻ എന്നെ കൊണ്ടുപോക്കോ? സൂപ്രണ്ടിന്റെ മേശപ്പുറത്ത് കെട്ടിക്കിടക്കുന്ന അപേക്ഷ അങ്ങോട്ട് നീങ്ങണമെങ്കിൽ പൈസ കൊടുക്കണം. എത്ര പൈസ? 50,000. 50,000? എന്റെ സാറ് ആകെ 2 ലക്ഷം രൂപയിലെ സഹായം കിട്ടണ. അതിന് 50,000 രൂപ അവിടെ മാത്രം കൊടുക്കേണ്ടി വരുമോ? പൈസ കൊടുത്താലേ കാര്യം നടക്കും. സാറ് ആദ്യം എന്റെ കൊടുക്കാനില്ല സാർ, ഒന്ന് സഹായിക്കേ. ലോലിതൻ സാറിനോട് പറഞ്ഞാൽ ശരിയാക്കി തരുമെന്നാണ് ഓഫീസിൽ ചെന്നപ്പോ പറഞ്ഞതേ. കാശ് കൊടുക്കാൻ പറ്റുമെങ്കിൽ കാര്യം നടക്കും. സാറേ പലിശക്ക് കാശെടുത്താണ് സാറേ ഞാൻ ഓപ്പറേഷൻ. നിങ്ങൾ എങ്ങനെ നടത്തേ? 2 ലക്ഷം രൂപ കൈ കിട്ടല്ലേ? സാറേ അത് ആദ്യം ഒന്ന് കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്ന് തരാം സാറേ. അമ്മേനെ എന്തോ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഫയൽ നീക്കിയാ മതി. സാറേ സാറേ ചുമ്മാ തരാ 50,000 തരാ, എങ്ങനെയെങ്കിലും തരാ സാറേ, പ്ലീസ് സാറേ ഒന്ന് ശരിയാക്കി തരാം. കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാം. എങ്കിൽ തരാം. ഇവിടെ മരത്തിന്റെ മുകളിൽ കായ ഒട്ടിച്ചുണ്ടാക്കാന്നാ ഓന്റെ വിചാരം. നടക്കുവോ? എന്റെ ബാപ്പ ഒന്നും പതുക്കെ, തൊലി വലിയും. വലിയട്രി അങ്ങോട്ട് വലിയട്ടെ. ഞാൻ പറയണൊന്ന് കേക്ക്. ഇതൊരു അസരം ഉണ്ടരുത്. അത് ബാപ്പയ്ക്ക് കണക്കറിയാത്തോണ്ടാണ്. എന്നെ കണക്ക് പഠിപ്പിക്കാൻ വന്നിരിക്ക. കേക്കണ എനിക്ക് കണക്ക്. 1 മഹാണി 2 മഹാണി അരക്കാല്, 3 മഹാണി മണ്ടാണി, 4 മഹാണി കാല് മടക്കൊന്നും അങ്ങോട്ട് തന്നാണ്ടല്ലോ. എന്റെ ഒന്ന് ബാപ്പ ഒരു 50,000 ആ ലോലിതന് കൊടുത്താലും ബാക്കി ബാപ്പയ്ക്ക് കിട്ടൂലേ? എന്തിന് സർക്കാരിന്റെ കായ് ഇന്റെ മോയ? അതിനെന്തിന് ബ്രിക്ക് കായ് ഞാൻ കൊടുക്കണേ കമ്മീസ്? അങ്ങനെ ഇപ്പൊ അയാള് വന്ന് പറഞ്ഞില്ലെങ്കിൽ ഇത് വല്ലതും നടക്കുമായിരുന്നാ? എന്നാലൊരു മര്യാദ വേണ്ട എന്റെ കുട്ടിയെ. ഇത്തിരി പോന്ന ഈ ഒരു മോയക്ക് 50,000 ഉറുപ്പ്യ കമ്മീഷനോ? ഒന്ന് ബാപ്പ ഒന്ന് പതുക്കെ പറ, ഇനി നാട്ടുകാരെയും കൂടി അറിയിക്കും. കേക്കട്ടെ, നാട്ടുകാർ മുഴുവൻ കേക്കട്ടെ. ഇവിടെ എന്റെ മക്കൾ ഗൾഫിലാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഓൻ വന്നിട്ട് ഈ 50,000 ഉറുപ്പ്യ ചോദിച്ചാൽ വല്ല പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വെച്ചാൽ വല്ല 10-250 മേടിച്ച ഓൻ പോവില്ലേ? ഓ എന്റെ റബ്ബേ, ഇത്രയും വില പിടിപ്പുള്ള മോഴായിരുന്നെങ്കിൽ കൊടുക്കണ്ടായിരുന്നില്ല. ഒന്നും കൂടി വലുതായി വില കൂടുമ്പോ കൊടുത്താൽ മതിയായിരുന്നു. എന്തുമാത്രം പാടുപെട്ടിട്ടാണ് ഇതൊക്കെ ഒപ്പിച്ചെടുത്തതെന്ന് അറിയോ? ഒരുപാട് അപേക്ഷകൾ അവിടെ കെട്ടിക്കിടക്കാണ്. അതിന്റെ ഇടയിൽ നിന്നാണ് ഇതൊക്കെ ഈ പിക്കയുടെ ഈ അപേക്ഷ അതിന്റെ ഇടയിൽ കുത്തിക്കയറ്റി വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തേ. പെരുത്ത് സന്തോഷമുണ്ട് മോളെ. ഒരു 500 ഉറുപ്പ്യ ലോലി തന്നെ എടുത്തു കൊടുത്തേ. എനിക്ക് വണ്ടി കാശൊന്നും വേണ്ട, ഞാൻ ബൈക്കിലാണ് വന്നത്. അല്ല, ഇത് വണ്ടിക്കാശല്ല. ഈ ചെയ്ത് തന്ന പരോപകാരത്തിന് അനക്കൊരു സഹായം, കാരുണ്യ സഹായം.
പറയരുത് കേട്ടോ. എടോ ഞങ്ങളെ പോലുള്ള പാവപ്പെട്ട രോഗികൾക്ക് സർക്കാർ സൗജന്യമായി തരുന്ന കയ്യിന്ന് കമ്മീസ് അടിച്ചു മാറ്റിന് എൻ്റെ ഒക്കെ പള്ളക്ക് കുത്തണോ? എന്നാ കുത്തി തച്ചു വെച്ചിരിക്കുന്ന നിങ്ങളുടെ പള്ളയുടെ 4 വശത്തും ഞാൻ സർക്കാരിനെ കൊണ്ട് കുത്തു മേടിപ്പിച്ചു തരും. ആദ്യം നിങ്ങളുടെ BP ഞാൻ റദ്ദാക്കും. നിങ്ങളെ ആശുപത്രിയിലെ ഡോക്ടറിനെ കണ്ടിട്ട് കളർ സർട്ടിഫിക്കറ്റ് എഴുതി മേടിച്ചില്ലേ? നീതി സ്റ്റോറിലെ മെഡിക്കൽ സ്റ്റോറിലെ ബില്ല് 9 രൂപയുടെ ബില്ല് ഇങ്ങനെ 9,000 രൂപയാക്കി. ഞാനോ ഇയ്യല്ലേ? ഞാൻ തന്നെ ആക്കിയത്, പേര് നിങ്ങളുടെ പേരിലല്ലേ? കൃത്രിമ രേഖ ഉണ്ടാക്കിയതിലും വഞ്ചനാ കുറ്റത്തിലും കടലാസ് വരുമ്പോ നിങ്ങൾ അറിയും. മുഴ അവിടെ എവിടെയൊക്കെ കളിച്ചിരിക്കുന്ന കേട്ടാ. അപ്പ അറിഞ്ഞോളൂ, മോള് പറഞ്ഞോളൂ പാപ്പച്ചിക്ക്. ലോലിത ലോലിത അതെ, ബാപ്പച്ചിയുടെ സ്വഭാവം അങ്ങനെയാ. വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. കുറച്ച് കാശ് ഞാൻ തരാം. പിന്നെ എൻ്റെ അമ്മായിയമ്മയുടെ കരളിന്റെ ഓപ്പറേഷൻ ഉണ്ട് അടുത്ത മാസം. ആ വർക്കും ഞാൻ ലോലിതന് തരാം. എൻ്റെ അമ്മായിയമ്മയുടെ കരളാണ് സത്യം. അത് മതി. ഇത് അവിടെ വെച്ച് പറഞ്ഞാ പോരായിരുന്നോ? അപ്പൊ എൻ്റെ അമ്മായിയമ്മയുടെ കരളിന് എനിക്ക് എത്ര കമ്മീഷൻ തരും?